ആണ്ടേ മോനെ ആണ്ടേ 9ാം ക്ലാസ് പഠിക്കുന്ന മോനല്ലേ ഇവിടെ കുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിന്റെ പരീക്ഷ നടത്തി 80ൽ എത്ര മാർക്ക്? എനിക്ക് 9 മാർക്കല്ലേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ പോയി എൻ്റെ താടിയും മീശയെല്ലാം അങ്ങ് ഡിഗ്രി കഴിഞ്ഞ് എനിക്ക് അവിടെ എത്തണ്ടേ. ഇവിടെ ഒരു 10-12 ടെൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ബേസിക് ടെൻസ് ആയിട്ടുള്ള 3 ടെൻസുകളുണ്ട്. അതെങ്കിലും എനിക്കൊന്ന് പഠിക്കറോ? അതൊന്ന് പറഞ്ഞു കൊടുത്ത മോനെ. ഏതാണുള്ളത്? പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ. മനസ്സിലായിക്കോ? പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ, ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം. അറിയോ എനിക്ക് അതെങ്കിലും ഒന്ന് പഠിക്കറോ? ഇനി ഇതെല്ലാം വകഭേദം സംഭവിച്ച ടെൻസുകൾ വേറെയുണ്ട്. അത് ഞാൻ പിന്നെ ഇത് പഠിച്ചതിന് ശേഷം പറഞ്ഞുതരാം. ഇവിടെ ഇങ്ങോട്ട് നോക്കി. ഇനി ഈസ് വെക്കേണ്ട ഇടത്തിൽ ബോസ് വെക്കും, ബോസ് വെക്കേണ്ട ഇടത്തിൽ ഹേവ് വെക്കും. ഇന്റെ അച്ചാച്ചന്റെ പേരെന്താടോ? വാസു. വാസു. വാസു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലം, ഭൂതകാലം. വാസു മരിച്ചുമില്ലേ, അച്ചാച്ചൻ മരിച്ചുമില്ലേ. അപ്പൊ ഈ വാസുവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കണോ വാസു കഴിഞ്ഞു പോയ കാലം എന്നുള്ളത്. ഇതെന്താണ് മാഷേ ഇത്? എന്താണ് ഇത്? കണക്കിന്റെ പരീക്ഷ പേപ്പർ സ്കൂളില് ടെസ്റ്റ് നടത്തില്ലേ? അതെ. അതെ. മാർക്ക് നോക്കി. 50-35 നല്ല മാർക്കല്ലേ? നന്നായിട്ട് പഠിക്കണ്ടേ? തോന്നല്ലോ ഇത് കണ്ടിട്ട്. അല്ലേ, എനിക്ക് നമ്മൾ കൃത്യമായിട്ട് കുട്ടിയെ ശ്രദ്ധിക്കുന്ന ഒരാളാണല്ലോ. നല്ല കഴിവുള്ള മോനാണ്. 35 മാർക്ക് മേടിച്ചിട്ടുണ്ട്. നല്ല മാർക്കാണ്. അപ്പൊ ഒരു കുഴപ്പമില്ല. എന്തെന്നാ നിങ്ങൾ ഈ പറയണത്? എന്താ നിങ്ങൾ പറഞ്ഞേ? ഈ കുട്ടീനെ ഇത്രയും നാള് നിങ്ങളുടെ അടുത്ത് ട്യൂഷന് വേറെ വിടണ്ടേ? അതും പോട്ടെ വിചാരിച്ചിട്ട് ഹോം ട്യൂഷന് വേറെ വിടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ജാതിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന. പിന്നെ എങ്ങനെ അവർ എക്സാം വരുമ്പോ അവർ ആൻസർ ചെയ്യാ? അല്ലെ 35 മാർക്ക് നല്ല മാർക്കല്ലേ? ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് അവനെ പഠിപ്പിക്കണേ. ഇപ്പൊ 49 ആണെങ്കിലും കോട്ടയെന്ന് ഞങ്ങൾ വെച്ചേനെ, അടുത്തതിന് നോക്കാം. പക്ഷെ ഇത് ഞങ്ങക്ക് സഹിക്കാൻ പറ്റില്ല. ഈ പേപ്പർ കണ്ടേ പിന്നെ എനിക്ക് നെഞ്ചിന്റെ ഉള്ളിൽ നിങ്ങൾ തീയാ. ഞാൻ നല്ല രീതിയിൽ കുട്ടീനെ നോക്കുന്നുണ്ട്. അവന് വേണ്ട മാഷ് ഇതന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മാഷെ. അടുത്ത ടെസ്റ്റ് പേപ്പറിന് ഫുൾ മാർക്ക് ഇല്ലെങ്കിൽ മാഷെ എന്റെ പിടിവിട്ടാ ഞാൻ നിക്കണത്. വേണ്ട കരച്ചിൽ അവിടെ വീട്ടിൽ കഴിഞ്ഞിട്ടപ്പ ഞാൻ ഈ പറഞ്ഞത് ഈ കുട്ടിയുടെ കാര്യത്തിൽ മനസ്സിലായില്ലേ? സഹിക്കാൻ പറ്റാണ്ട് ഞാൻ അവൾക്ക് അത്രയും വിഷമമുണ്ടത്. 35 മാർക്ക് എന്ന് പറഞ്ഞ കുട്ടി എത്ര ബിലോ എത്ര എന്താ കുട്ടിയുടെ അവസ്ഥ? അവന്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് അല്ലേ വരുന്നത്? നീ സംസാരിച്ച പ്രശ്നമാണ്. നീ ഒന്നും മിണ്ടണ്ട. അതെ, ഇനി ഞങ്ങൾ എങ്ങനെ ഒരു വരവ് ഇങ്ങോട്ട് വരുത്തിക്കരുത്. ഇനി ഇങ്ങനെ ഉണ്ടാവൂല. ഞാൻ വളരെ ശ്രദ്ധിച്ചു കുട്ടീനെ. ഇനിയിപ്പോ ഡെയിലി ഞാൻ ഒരു ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റിന്റെ പേപ്പർ ഞാൻ തന്നുവിടാം. അത്രയും ശ്രദ്ധാപൂർവമാണ് മക്കളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കിട്ട് കളിക്കാനുള്ളതല്ല അത്. അവന്റെ ഭാവിയാണ്, അത് മനസ്സിലാക്ക്. നന്നായിട്ട് ശ്രദ്ധിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ശ്രദ്ധിച്ചോളൂ, നല്ലോണം ശ്രദ്ധിച്ചോളാം. കുഴപ്പമില്ല, പോട്ടെ. നല്ലോണം ശ്രദ്ധിച്ചോളൂ. തന്നോളൂ. സാരില്ല, അതൊക്കെ ശരിയാവും. ശരിയാക്കി എടുക്കാ പറഞ്ഞല്ലോ. ഒന്ന് നോക്കണം കേട്ടോ. ശ്രദ്ധിക്കും. ഇങ്ങോട്ട് നോക്ക്. നോക്കണം. എനിക്ക് ജയിക്കണ്ടേ മോനെ? ആന്റണി. ശീതളേട്ടാ, കഴിഞ്ഞ മോഡൽ എക്സാമിന് മോൾക്ക് എത്ര A+ ഉണ്ടായിരുന്നു? അവൾക്ക് ഫുൾ A+ ആയിരുന്നു. ഫുൾ ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ മോനൊരു 2 A+ പോയി. എന്ത് പറ്റി? എന്താ അറിയില്ല, അവൻ എന്താ ഒരു ഒന്ന് ഡൗണാ. ഒന്ന് പിക്ക് ചെയ്തെടുക്കണം. ശ്രദ്ധിക്കേ ശീതളേട്ടാ അവന്റെ കാര്യത്തിൽ. അതെ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടെന്ന് ആലോചിക്കുക. വല്ലാത്തൊരു വിഷമായി. ഇനിയിപ്പോ എക്സാമിന് 1 മാസം കൂടി അല്ലല്ലോ. അതെ അതെ. അതിലെ A+ കിട്ടിയില്ല പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഞാനിപ്പോ ജോലിക്കൊന്നും പോകുന്നില്ല, ലീവ് എടുത്തേക്ക. ഞാൻ മാത്രല്ല, എന്റെ ഭാര്യ. ശരി തന്നെ. അല്ല അങ്ങനെ നോക്കാണ്ട് പറ്റില്ല. ഞാനും ഇപ്പൊ ഇത് എന്താ ഇവന് പറ്റിയെന്നൊരു പിടുത്തമില്ലാത്ത കാരണേ.
രസ്മേഘങ്ങളാണല്ലോ. ലിപ് നോക്കും ബസ് പോയാ? എന്താ പറയാ? എന്താ പൾസോ? 20-30. നല്ല ക്ഷീണമുണ്ടല്ലോ. വിറ്റാമിൻ ഡി ഫുഡ് കഴിക്കണം. ട്രിനാമറേറ്റിന്റെ കൊടുത്തായിരുന്നു അത്. എന്ത് ട്രിനാമറേറ്റിൻ്റെത് അന്ന് എഴുതി പുറത്തോട്ട് എഴുതി തന്നില്ലേ? വായ പൊളിച്ചേ, വായ പൊളിക്കടാ. ട്യൂഷൻ സെന്റർ, അത് ട്യൂഷൻ സെന്ററാ കേട്ടോ. ട്യൂഷൻ സെന്റർ അല്ലേ? അങ്ങോട്ട് നീങ്ങിക്കോ, അങ്ങോട്ട് പോയിക്കോ. നല്ലോണം നോക്കണം. രസ്മേഘങ്ങള് ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ ഓക്കെ. ഹായ്. ഇപ്പൊ കാണണ്ട ഇതെത്രേ? കൊടുക്കാം മാഷേ, കണ്ണട കൊടുക്ക്. മുടിയാൻ വെച്ച് തരാടാ. മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തരാം. മുടി വെച്ച് തരാൻ. അതെ, പോക്കോ. ഡോക്ടറെ കാണാൻ വരാം, വീട്ടിലേക്ക് വരാം കേട്ടോ. എല്ലാരും ഓപ്പില് വന്നു. ശരി ശരി ഡോക്ടർ പോയിക്കോ. ചെറിയൊരു ഇത്തിരി പ്രശ്നമുണ്ടേ, അതുകൊണ്ടാ. മദ്യപിച്ചേക്കല്ല, അല്ല വേറെന്തോ അതിനെന്തോ പ്രശ്നമാണ്. ഹലോ ആ ആണല്ലേ? ഓക്കെ സാർ. ഓക്കെ, ഇപ്പൊ വന്ന് കാണാൻ പറ്റുമോ സാർ? ആണല്ലേ? ഓക്കെ, ആ മോനെ കൊണ്ട് വരാം. ഓക്കെ, താങ്ക് യു. അതേ, ഞാൻ കെമിസ്ട്രിക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വ്യാസ കോളേജിലെ പഠിച്ചാറില്ലേ, കെമിസ്ട്രിയുടെ സ്പെഷ്യൽ ആണല്ലോ പുള്ളിയോടെ ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മോനായിട്ട് ഇപ്പൊ തന്നെ ചെല്ലോനാ പറഞ്ഞു. ഒന്ന് വിളിച്ച് ചെല്ലട്ടേട്ടാ. ഓക്കെ എന്നാ, ശരി, കാണാം. ആ വണ്ടി കത്തിക്കണ, ബാ കേറിക്കോടാ. വേണ്ട, ആയിരിക്കും വേണ്ട. എന്താടാ ചിരിക്കണ? നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന വണ്ടിയെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതാണ് ഡോക്ടർ ഇത് യൂസ് ചെയ്യണ. ഇതാകുമ്പോ പെട്രോളും ലാഭം, അടിക്കണ്ട. എന്താ കാണാത്തത്? ഒന്ന് വിളിച്ചു നോക്കണം ഇന്നൂടെ. അച്ഛപ്പ വിളിച്ചതല്ലേ? ഒരു പ്രാവശ്യം വിളിച്ചാ പിന്നെ വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛ, അവന്റെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് കെമിസ്ട്രിയുടെ ഒരു സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ട്, അങ്ങോട്ട് പോയേക്ക. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വരൂന്നേ. അച്ഛൻ എന്തിനെങ്ങനെ പേടിക്കണേ? ശീതളേട്ടൻ കൂടിയില്ലേ? രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടിയല്ലേ, ഇപ്പൊ സമയം 10 മണിയായില്ലേ. ഇത് എന്തൊരു പഠിപ്പാ അത്? അച്ഛാ, അവൻ 10ാം ക്ലാസ്സിലാ. അടുത്ത മാസം SLC പരീക്ഷയാ. എന്താ 10ാം ക്ലാസ് ഒന്നും ആരും കണ്ടിട്ടില്ലല്ലോ. ഞാനും 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കണ്ടതന്നെ. അച്ഛന്റെ കാലത്തെ പോലെ അല്ല. നല്ല മാർക്ക് ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. എടി, കുട്ടികൾ പോയിട്ട് ആ പരീക്ഷയ്ക്ക് ഒന്ന് കയറിയിരുന്ന ആ കടലാസിൽ എന്തെങ്കിലും ഒന്ന് കുറിച്ചിട്ടാ മതി. ഫുൾ A+. ഇതാണ് കാലം അല്ലേ? പിന്നെ വെറുതെ അങ്ങ് കുറിച്ചിട്ടാ മതി. അച്ഛനൊന്നും മിണ്ടാതിരിക്കാമോ? അച്ഛന് ഞങ്ങളുടെ ടെൻഷൻ അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എന്ത് തേങ്ങത്ര വലിയ ടെൻഷൻ? ഞങ്ങളുടെ മോനെ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോവാ. അവന്റെ ഭാവി തീരുമാനിക്കുന്ന പരീക്ഷ അത്. സമാധാനായി. വലിയ കഷ്ടാണ് ചെയ്തല. രാവിലെ പോയതല്ലേ ആ കുട്ടി? സ്കൂള് 150, ട്യൂഷനും തേങ്ങണ മൂട്. പോയി കുളിക്ക്. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടേ ഇന്ന് കെമിസ്ട്രി പഠിപ്പിച്ചില്ലേ, അതൊന്നും കൂടി വായിക്കി, അല്ലെങ്കിൽ നാളത്തേക്ക് മറക്കും. എണീക്കടാ, എണീക്ക് അങ്ങോട്ട്. ആ കുട്ടി കുറച്ചു നേരം അവിടെ നിന്ന് സമാധാനത്തോടു കൂടി ഇരുന്നോട്ടെ. അതിനെന്തെങ്കിലും മാർഗം ചെയ്തു കൊടുക്കാൻ പറ്റുമോ നോക്ക്.
അതിപ്പോ എന്താ ചെയ്തേ? പഠിക്കണ്ടേ? അല്ല അച്ഛ അവനോട് കുളിക്ക് ഭക്ഷണം കൊടുക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കണ്ടേ? അതെ, ആ പ്രൊഫസറുടെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഇപ്പൊ കെമിസ്ട്രിക്ക് ചേർത്തിട്ടുള്ളത്. മനസ്സിലാവുണ്ടോ? ഒന്നും എടുക്കാത്തതാ. എന്തായാലും കെമിസ്ട്രിയുടെ കാര്യം സമാധാനായി. A++, തേക്കട മൂടാണ്. എടാ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണത്. അത് പഠിച്ച് പാസ്സായിക്കോളും. നിങ്ങൾ രണ്ടാളും കൂടെ ചേർന്നിട്ട് അതിനെ കേടുത്താൻ നിൽക്കണ്ട. അച്ഛൻ എന്തറിഞ്ഞിട്ടാ ഈ പറയണ അച്ഛാ? ഞങ്ങള് രണ്ടാളും കിടന്ന് ഈ കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന അച്ഛൻ കാണില്ല, ഞങ്ങളെ കാണുന്നില്ല അച്ഛൻ. അവന്റെ കാര്യം മാത്രമേ ഉള്ളൂ മനസ്സിലായി. അത് വേണ്ടെന്നാ ഞാൻ പറയണത്. അതിനെങ്ങനെ ഈ റോബോട്ടിനെ പോലെ നിങ്ങളാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ടുള്ള ഉപകാരം നിങ്ങൾക്കും ഇല്ലാണ്ടാവും. അതാണ് അച്ഛൻ എന്തീ പറയണ? കുട്ടിയോട് പഠിക്കാൻ പറയണതാണ് ഇത്ര മോശം കാര്യം. അല്ല, അച്ഛൻ ഇപ്പൊ കഴിഞ്ഞ പരീക്ഷ പേപ്പർ ഒന്നും കണ്ടില്ലേ? ഇവിടെ സംസാരം ഉണ്ടായതൊന്നും കേട്ടില്ലേ? ആ A+2 കിട്ടാണ്ടായതൊന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ലേ? എന്തായാലും ചെയ്തോ, ഞാൻ കാര്യം പറഞ്ഞു മാത്രം. ആരാ? സാറിനോടൊരു കാര്യം സംസാരിക്കാൻ വന്നതാണ്. എന്താ വാ കയറി. നമസ്കാരം സാറേ. വെരി ഗുഡ് NRS കോച്ചിങ് സെന്ററിൽ ഫീൽഡ് എക്സിക്യൂട്ടീവ് ഉണ്ണിരാജ ചവിട്ടുത്തടി. അതെല്ലേ, ശരി ശരി. സാറേ, ഞാൻ സ്കൂളിൽ പോയിരുന്നു. അപ്പൊ സാറ് ലീവാണെന്ന് പറഞ്ഞു. ഞാൻ നീണ്ട ലീവിലാണേ. കാരണം മോള് പ്രാവശ്യം SLC പരീക്ഷ എഴുതുന്നുണ്ടല്ലോ. അപ്പൊ അവളെ ശ്രദ്ധിക്കാൻ ഒരാൾ വേണം. ഞാൻ അവളുടെ പരീക്ഷ കഴിഞ്ഞാൽ എവിടെയും പോകണുള്ളൂ. ഞാൻ കൺഗ്രാജുലേഷൻ സാർ, കൺഗ്രാജുലേഷൻ സാർ. ലീവ് എടുത്തേനാ? അയ്യോ അതല്ല സാർ, വെരി ഗുഡ് NRS കോച്ചിങ് സെന്ററിൽ ഇത്തവണത്തെ ബമ്പർ പ്രൈസ് സാറിന്റെ മകൾക്ക് അടിച്ചത്. അതെങ്ങനെ എന്റെ മോൾക്ക് അടിക്കണ? അവളെ അവിടെ ചേർത്തിട്ടില്ല. എന്റെ സാറേ, ഇത്തവണ പരീക്ഷ എഴുതാൻ പോകുന്ന ഏറ്റവും ബ്രില്യന്റ് ആയ കുട്ടികൾ, ഏറ്റവും പഠിക്കുന്ന കുട്ടികൾ 50 പേര് അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് നറുക്കെടുത്തപ്പോ ഫസ്റ്റ് പ്രൈസ് സാറിന്റെ മോൾക്കാ. അതെ അതെ അതെ. എന്താ സമ്മാനം? 10,000 rupees ഓൺലി. അതല്ലെങ്കിൽ ഇവിടെ എല്ലാവരും പറയാറുണ്ട് എന്റെ മോള് ഭാഗ്യം ചെയ്തോളാന്ന്. അതെ സാറേ. അല്ല, അവൾക്ക് ഈ 10,000 രൂപ സമ്മാനം എപ്പോഴാണ് കിട്ടുക? സാറേ, സാറിന്റെ മകളാ ഞങ്ങളുടെ NRS കോച്ചിങ് സെന്ററിൽ ചേർക്കുമല്ലോ. സാർ, ഞങ്ങളുടെ 2 വർഷത്തെ ഫീസ്, തുച്ഛമായ ഫീസ് 3,50,000 രൂപയാണ്. എത്ര? 3,50,000 രൂപ, വളരെ തുച്ഛാണ്. അതില് സാറിന് ഇപ്പൊ ബമ്പർ പ്രൈസ് അടിച്ചല്ലോ 10,000 രൂപ. അതങ്ങോട്ടേ കുറച്ച് 3,40,000 ഞങ്ങൾക്ക് തരണ്ടോ? അല്ല, അതിനിപ്പോ എന്റെ മോളുടെ +2 കഴിയണ്ടേ? എന്റെ സാറ് എന്തിനാണ് +2 സ്കൂളിൽ പോയിരിക്കുന്നത്? ഒക്കെ ഞങ്ങളെ കോച്ചിങ് സെന്ററിൽ പഠിപ്പിച്ചു കൊടുക്കും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കംപ്ലീറ്റ് ഇതിനോടൊപ്പം NRS കോച്ചിങ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എല്ലാം പഠിപ്പിച്ചെടുത്ത് പരീക്ഷാ സെന്റർ പോണല്ലോ, അത് കൃത്യമായിട്ട് പരീക്ഷാ സെന്റർ ഞങ്ങൾ റെഡിയാക്കി തരും. അത് മക്കൾക്ക് എവിടെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് സെന്റർ ആക്കി കൊടുക്കേണ്ട കഴിവ് ഞങ്ങൾക്കുണ്ട്. പരീക്ഷാ സെന്റർ ഒക്കെയാണ്. പരീക്ഷ എഴുതി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇതല്ല, സ്റ്റെതസ്കോപ്പ് കയ്യിലുണ്ടാവും, ഡോക്ടറിന് എഞ്ചിനീയറിംഗ് ഫയലുണ്ടാവും. ഇത് രണ്ടേലും വേണ്ടു. ബ്രില്യന്റ് കുട്ടികളാക്കി മാറ്റി തരും. പിന്നെ SLC പാസ്സായ വഴിക്ക് അവിടെ കൊണ്ടു ചേർക്കണം. അത്രയും രൂപ. പിന്നെ സാറേ, ഒറ്റ നിബന്ധനയുണ്ട് ഞങ്ങൾക്ക്. ഒറ്റ നിബന്ധന. ഇനി കുട്ടിക്ക് രക്ഷാകർത്താവിനെ കാണണമെന്നോ രക്ഷാകർത്താവിന് കുട്ടീനെ കാണണമെന്നോ ഈ പരീക്ഷാ കാലാവധി, ഈ പഠന സമയത്ത് അടുപ്പിക്കൂല അങ്ങോട്ട്. എന്തിനാണ് അടുപ്പിക്കാത്തത്? ശരി. കുട്ടി ബ്രില്യന്റ് മൊത്തം ഇറക്കി കൊടുക്കുക ഇങ്ങോട്ട്. ഇറക്കി കൊടുക്കുന്ന അതിന്റെ രക്ഷാകർത്താവ് കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും, സംഭവിക്കും, അവളെ അമ്മ. ആ കാലം പഠനത്തിന്റെ മിസ്റ്റേക്ക് ആവും. അവിടെ ഒന്നും സാറ് മരിച്ചാ പോലും കുട്ടീനെ ഇങ്ങോട്ട് വരും. ഞങ്ങൾ ഇറക്കി തരും. ഒരു എഞ്ചിനീയറോ ഡോക്ടർ എന്താ വേണ്ടത് സാറ് തീരുമാനിച്ചു. അപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞ വഴിക്ക് അങ്ങോട്ട് വിട്ടാൽ അതെ അല്ലേ? 3:50 3:40 3:40. അത്ര. ഉണ്ടായിരിക്കും. ഞാനേ കുടിക്കാൻ എന്തായാലും എടുക്കാം.